ദൈവദാസന്മാർ, വേദിയിലും സദസ്സിലും ഒക്കെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവജനം, വിവേക അംഗങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നല്ല കാലാവസ്ഥയാണ്. പ്രസംഗം കേൾക്കാൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ ഹൈ റേഞ്ചിൽ അതിലൂടെ നന്നായി നിങ്ങൾ ആസ്വദിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടനാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ മഴ, ഈ തുടക്കം നല്ല രസമാണ്. പക്ഷെ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഈ നല്ല ചൂട് കട്ടൻ കാപ്പിയും ഇലയിൽ, വാഴയിലയിൽ ചുട്ട ഈ ഇലയട അതിങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ മണവും, അതുപോലെ തന്നെ ആ തേങ്ങാപ്പീരിയും ശർക്കരയും ഒക്കെ ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ അതും ആ കട്ടൻ കാപ്പി കുടിക്കും. വസ്തുത എന്ന് പറയുന്നത് ഈ കെവിനെ എനിക്ക് വലിയ പരിചയമില്ല. കോട്ടയത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു സ്നേഹിതൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ പരിചയപ്പെടുത്തുകയും ഈ വിളിക്കാൻ കാരണമായത്. അപ്പോൾ ഒരു സന്ധ്യാസമയത്ത് ഫെയ്ത്ത് മോൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അച്ഛാ ഈ 15-ാം തീയതി എന്തോ പരിപാടി? ഞാൻ ചെയ്ത് 15-ാം തീയതി, ഓഗസ്റ്റ് 15 അവധി ദിവസം, അതെന്നോ പരിപാടി? എന്തെങ്കിലും പരിപാടി എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നിലവിൽ ഒരു പരിപാടിയും പിടിച്ചിട്ടില്ല. എന്നാ അച്ഛാ ഫോൺ വെച്ചു, ഇപ്പോൾ ഒരാൾ വിളിക്കും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഈ കൗൺസിലിംഗ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. കൗൺസിലിങ്ങിനെ കുറിച്ച് ഇനിയിപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതെനിക്ക് കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ്. അതിനുശേഷം വളരെ തന്മയത്വത്തോടുകൂടി കെവിനും എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഞാൻ കെവിനോട് ചോദിച്ചു, കെവിനെ എന്തെങ്കിലും തീമുണ്ടോ? തീമൊന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല പാസ്റ്ററെ, അത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിളിച്ച് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ തീമൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കുമെന്നുള്ളതാണ്. ഈ സബ്ജക്റ്റ് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കരയണോ, ചിരിക്കണോ, അതോ സന്തോഷിക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയായിപ്പോയി. അത് ഇവര് ചൂസ് ചെയ്ത സബ്ജക്റ്റിന്റെ കുഴപ്പമൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പുതിയ തലമുറയിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പഠന വിഷയമാക്കി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകേണ്ട ഒരു കാര്യമാണോ, അതോ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണോ? ഇതാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുവാനാണെങ്കിൽ ന്യൂമറ്റോളജി അങ്ങോട്ട് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഏഞ്ചലോളജി വേണേലും പഠിപ്പിക്കാം. പരിശുദ്ധാത്മശാസ്ത്രവും അതുപോലെ തന്നെ ദൈവശാസ്ത്രവും വേദപുസ്തക ശാസ്ത്രവും അതുപോലെ വരുവാനിരിക്കുന്ന എസ്കറ്റോളജിയോ ഇത്തരം ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുവാൻ പറ്റുമ്പോഴും ഈ വിഷയം എന്നോട് പറഞ്ഞപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇത് കേവലം ഒരു പഠന വിഷയമാണോ, അതോ ജീവിതത്തിൽ ഇത് അനുഭവിക്കേണ്ട കാര്യമാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ക്ലാസ് കേട്ടിട്ട് കേവലം ഒരു മസ്തിഷ്ക വിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കേട്ട് ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തു, നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറമായി ചിലരെങ്കിലും ആത്മാഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ സംസാരിക്കണം. അന്യഭാഷയിൽ
സംസാരിച്ചു തുടങ്ങിയവർ വീണ്ടും ഭാഷകൾ വർദ്ധിപ്പിക്കണം. ഭാഷ വരമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടുകൾ കാണണം. വെളിപ്പാടുകൾ കാണുന്നവർ ദേശത്തോടത് വിളിച്ചു പറയണം. ദേശത്തോടത് വിളിച്ചു പറയുമ്പോൾ ഈ സെന്ററിൽ എത്രയും ആൾക്കാർ വന്നാൽ പോരാ, ഈ കുന്നുകൾ പൊട്ടിയാർക്കണം, ഈ താഴ്വാരങ്ങൾ നിറയണം, ഇവിടെ ആത്മാവിന്റെ നദിയൊഴുകണം. ആത്മനദി പ്രവഹിക്കുമ്പോൾ ഒരു ശക്തിക്കും അത് തടുക്കുവാൻ കഴിയത്തില്ല. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് പ്രാപിച്ചുകൊണ്ട് വേണം നിങ്ങൾ കടന്നു പോകുവാൻ. കേവലം ഒരു പഠന വിഷയമായി മാത്രം ഇത് മാറാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആത്മാവിന്റെ നിറവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. പ്രിയ സെൻട്രൽ പാസ്റ്റർ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇനി ഞാൻ അവിടുന്ന് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അദ്ദേഹം ആ നിലകളിൽ ശുശ്രൂഷിച്ചു പോയിരുന്നുവെങ്കിൽ തീർച്ചയായും പോയി. പക്ഷെ എന്നാലും ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് സമയ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും ആത്മാവിനൊരു പരിമിതിയുമില്ല എന്നുള്ളതാണ്. മനുഷ്യർക്കാണ് പരിമിതി ഉള്ളത്, സമയത്തിനാണ് പരിമിതി ഉള്ളത്, പരിമിതിയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ വിഷയമാക്കാതെ അത് ജീവിതത്തിൽ അനുഭവിക്കും പ്രാവർത്തികമാക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള യോവേൽ പ്രവാചകന്റെ പുസ്തകമാണ് എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തിയത്. പക്ഷെ എന്നാൽ ഞാൻ അവിടെ നിന്നല്ല സംസാരിക്കുന്നത്, ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അതിന്റെ ദേശം എന്ന് പറയുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ ഈ ദേശത്തോട് അല്ലെങ്കിൽ ഈ ദേശത്തോട് ഇസ്രായേൽ ജനത്തോട് തീഷ്ണതയോടെ ഇടപെടുന്ന ദൈവമാണ് എന്ന് അവിടെ പറഞ്ഞിട്ട്, അങ്ങനെ തുള്ളനും വെട്ടുക്കിളിയും ഒക്കെ നശിപ്പിച്ച ആ നാളുകൾക്കപ്പുറം അതിനുശേഷം ഞാൻ ആത്മാവിനെ പകരും എന്ന് അവിടെ പറയുന്നു. എന്നാൽ എനിക്ക് കുറെ കൂടെ സന്തോഷം നൽകിയത് മറ്റൊരു വേദഭാഗമാണ്. അതും ഇന്നത്തെ പ്രധാന പ്രതിപാദ്യ വിഷയമല്ല എങ്കിൽ പോലും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യമാണ്. അതിങ്ങനെ പറയുന്നു, ഈ ആത്യന്തിക ശക്തി നിങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം നിങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇവിടെ നിന്ന് തുടങ്ങി ഒന്ന് മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും കുറിവാക്യം ഇത് അല്ല എന്നുള്ളതാണ്. എന്നാലും പ്രിയ ദൈവദാസൻ ശുശ്രൂഷിച്ച് ആ ലേഖനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പെട്ടെന്ന് ആ വാക്യവും എന്നെ വല്ലാതെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ഒന്ന് ഉത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. മക്കളെ ഇങ്ങോട്ട് നോക്കിയിരിക്കണേ. ഓക്കെ, നീ നല്ല പ്രസംഗനാണെന്നൊക്കെ പറഞ്ഞു. നല്ല പ്രസംഗകൻ, നല്ല ശ്രോതാവ് കൂടെ ആയിരിക്കണം. ശ്രദ്ധിച്ചിരിക്കണം. ഇടയ്ക്ക് അതിലൊക്കെ ഒന്ന് പിടിച്ചോ, കുഴപ്പമില്ല. ഒത്തിരി സമയമൊന്നും ആർക്കും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അത് ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മുടെ ശക്തിയോ കഴിവോ ഒന്നും കൊണ്ട് ലഭിക്കുന്നതല്ല. അത് നമ്മുടെ മൺകൂടാരങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. എൻ്റെ ഉള്ള ട്രാൻസ്ലേഷൻ ക്ലേ ജാർ എന്ന് പറയുമ്പോൾ മറ്റു ചില ട്രാൻസ്ലേഷൻസ് എർത്തൺ വെസൽ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു
പാത്രത്തിൻ്റെ അകത്താണ് ഈ ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തി പകർന്നിരിക്കുന്നത്. അത് പറഞ്ഞു പോകുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൊറോണ 2019-20 കാലഘട്ടങ്ങളിൽ കൊറോണ വരുന്നത് വരെയും ഏറ്റവും കൂടുതൽ IPC-ക്കാരും അസംബ്ലീസ് ഓഫ് ഗോഡുകാരും ശാരോക്കാരും പെന്തിക്കോസ് പാസ്റ്റർമാര് പ്രസംഗിച്ചുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു നമ്മുടെ ജീവിതം ക്ഷണികം ആണ്, അല്ലെ? ക്ഷണികമായ ജീവിതം നാം ജീവിക്കുന്നു എന്നൊക്കെ നാം ഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ പ്രസംഗിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ കേൾക്കുന്ന ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴൊന്നും മരിക്കുകയാണ്, അല്ലേ? നമ്മൾ ഈ പറയുന്നത് പോലെ എപ്പോ അന്വേഷിച്ചാലും നാം അന്വേഷിക്കുന്ന ഒരു കാര്യം, സിം കാർഡ് എടുക്കുമ്പോൾ ലൈഫ് ടൈം ഓഫർ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. 80 വയസ്സും 90 വയസ്സുമുള്ള ഒരമ്മച്ചിയോ അപ്പച്ചനോ പോയി സിം കാർഡ് എടുക്കാനും ചോദിച്ചാൽ ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പോയെന്ന് പറഞ്ഞാലും ആ സിം കാർഡ് ഇവിടെ തന്നെ കാണുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പൊ ഈ എടുക്കുന്ന ആൾക്ക് യാതൊരു ഉറപ്പുമില്ല, കാര്യം ചേർക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി എന്നുള്ളത്. അപ്പോൾ എന്നാൽ 2019 ഈ കാര്യം ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊഴിയുന്നത് പോലെ എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുമ്പോൾ, ഈ ബൈക്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കും. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും എനിക്ക് വരുന്ന ശവസംസ്കാര ശുശ്രൂഷകളുടെയും ആദരാഞ്ജലികളുടെയും വാർത്ത, ആ ഫോട്ടോ നോക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? മരിക്കുന്ന കുട്ടികൾ 4 വയസ്സുള്ളവർ, 14 വയസ്സുള്ളവർ, 12 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ, 45, 46, 50 വയസ്സിന് താഴെയുള്ളവർ പൊടുന്നനെ വീണ് മരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതം ക്ഷണികമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ ക്ഷണികമായ ജീവിതം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാമെന്ന ഈ മൺകൂടാരത്തിലാണ്, ഈ മൺപാത്രത്തിലാണ് ദൈവത്തിന്റെ ആത്യന്തിക ശക്തി പകർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുവാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ആ ആത്മശക്തി പ്രാപിച്ചിട്ടുള്ള PYPA അംഗങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാമെന്ന ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒരു ആത്യന്തിക ശക്തി പകർന്നിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബലൂണിന് അതിന് വഹിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ വഹിക്കാവുന്ന വായുവിന് ഒരു പരിധിയുണ്ട്. അത് കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പൊട്ടിത്തെറിച്ച് പോകും. അതുപോലെ തന്നെ ഒരു ടയറിനകത്ത് അതിനെ സ്വീകരിക്കാവുന്ന വായുവിന് പരിധിയുണ്ട്, പ്രഷറിന് പരിധിയുണ്ട്. അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതൊന്നും വേണ്ട, നമ്മുടെ ശരീരത്തിന് 90-120 എന്ന് പറയുന്ന ഒരു പ്രഷറിന്റെ അളവുണ്ട്. ഇപ്പം ഈ ഓരോ സമയത്തും ഇങ്ങനെ പ്രഷറിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഈ പറയുന്നത് പോലെ എന്താ ഷുഗർ എന്ന് പറയുന്നത് 60, 100 ഒക്കെ ആയിരുന്നു. ഇപ്പം 120 ആണെങ്കിലും ഷുഗർ ഇല്ല, കുഴപ്പമാണെന്ന് പറയുന്നത്. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ 140 ആയാലും ഷുഗറിന് കുഴപ്പമില്ലെന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോഴത്തെ കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ പലരും ഇവിടെ കാണത്തില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറിന്റെ അളവ് ഇങ്ങനെ കൂടി പോകുകയാണ്. ഒരു പരിധി കൂടുതൽ ശരീരത്തിന് പ്രഷർ വന്നു കഴിഞ്ഞാൽ തലയ്ക്കകത്തെ ഞരമ്പ് പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോയാൽ നിമിഷ നേരം കൊണ്ട് താഴെ വീണ് നമ്മൾ നശിച്ചു പോകും. പക്ഷെ എന്നാൽ ലോകത്തെയും ലോകത്തിൽ കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും സകലത്തിനെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ആത്യന്തിക ശക്തി
ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകരുമ്പോൾ അത് നമ്മളെ പൊട്ടിച്ചിതറിക്കുവാനല്ല, പൊട്ടിച്ചിതറിപ്പോയ ചിതലിനെ ചേർത്ത് വെക്കുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ട ഒരു ശക്തിയാണ്. ഈ മഴയും വെള്ളപ്പൊക്കവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. ഒരു കുട്ടനാട്ടുകാരന് 2018 വരെയും വെള്ളപ്പൊക്കവും മഴയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിരുന്നു. കാര്യം ഞങ്ങളൊരു 5 ദിവസം പിന്നെ മഴയൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം എപ്പോൾ വെള്ളം കയറുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്തെടുക്കും, ഇച്ചിരി അരിയും പച്ചക്കറിയും അത്യാവശ്യം പിന്നെ ഇച്ചിരി ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നേരത്തെ വെക്കും. അങ്ങനെ വെച്ചിട്ട് അവിടെ ഇരിക്കും, വല്ലതുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. മുമ്പേ പറഞ്ഞതുപോലെ കട്ടൻ കാപ്പി ഓട്ടറെ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അതുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ചൂണ്ടയിട്ട് പിന്നെ അടുക്കളയിലോ തിണ്ണയിലോ സിറ്റ് ഔട്ടിലോ ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ആ മീനെ തന്നെ ഞങ്ങൾ കറി വെച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു സന്തോഷമായിരുന്നു. 2018 വരെ അത് രസമായിരുന്നു. കുട്ടനാട്ടിൽ ഈ പറയുന്ന പോലെ ഇങ്ങനൊരു പാത്രം ഇരിക്കുന്നത് പോലെ ഈ കണ്ടത്തിന്റെ നടുക്കാണ് എൻ്റെ വീട്. അന്ന് വരെ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. ഒരു മുറി നിറച്ച് പിന്നെ നെല്ലും ചാക്ക് അടുക്കി വെച്ചിരിക്കുന്ന സമയത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തുപ്പ വന്ന് നിന്ന് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ എൻ്റെ പ്രതീക്ഷ ഇതൊന്നും കേറത്തില്ല, അത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇതിന് ക്ലാസ് എടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിന് പിന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം എനിക്കതിനെക്കുറിച്ചൊരു ചെറിയ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പകലേ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തേക്ക് വന്നത്. അതിനെക്കുറിച്ച് ഒരല്പം ബോധ്യമുള്ളതുകൊണ്ട് ഈ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ടയറൊക്കെ നല്ല ടയറാണെങ്കിലും പൊട്ടും. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വെള്ളപ്പൊക്കമാണല്ലോ. അപ്പോൾ ഈ വെള്ളപ്പൊക്കവും ഈ പറയുന്ന ആത്മാവുമായിട്ടൊക്കെ അതിനൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്, ഭാര്യ വീട് ആയൂരാണ്. മമ്മി ഇപ്പോൾ നിത്യയിൽ ചേർക്കപ്പെട്ടു. ആ സമയങ്ങളിലൊക്കെ മമ്മിയും ആരോഗ്യത്തിൽ വീട്ടിൽ വന്നു. മമ്മി വന്ന് വീട്ടിൽ കയറിയതും എൻ്റെ പൊന്നെയും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഈ മഴയ്ക്കൊരു നിർത്തലുമില്ല. 3ാമത്തെ ദിവസമായപ്പോൾ മമ്മിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, അകത്തോട്ടും കയറാൻ വയ്യാത്ത സ്ഥിതി. ഞങ്ങളുടെ മുറ്റത്ത് മുട്ടറ്റം വെള്ളമായി. ആയൂരെന്നൊക്കെ പറയുന്നത് ഇതുപോലെ മലപ്രദേശമായതുകൊണ്ട് പിന്നെ അവർക്ക് വെള്ളമൊന്നും അത്ര ഇഷ്ടമോ അല്ലെങ്കിൽ അത്ര പിടിയോ ഇല്ലാതെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴും എൻ്റെ ഒരു ആത്മവിശ്വാസം എന്തുവാ, എൻ്റെ വീട്ടിൽ ഇന്ന് വരെ വെള്ളം കയറിയിട്ടില്ല, ഈ വെള്ളം കേറത്തില്ല എന്നുള്ളതാ. പക്ഷെ എന്നാലും എവിടോ ഒരു ഉത്ബോധം ഉണ്ടായിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ മീൻപിടുത്തക്കാരി വലയം കൊണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ മാവേലിക്കരയിൽ ഒരു മനുഷ്യൻ മീൻ പിടിക്കാനായിട്ട് സാമാന്യം വലിയൊരു വള്ളം കൊണ്ടുവന്ന് അങ്ങ് റോഡിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വലയൊക്കെ എടുത്ത് വെളിയിലൊക്കെ ഇട്ട്. അപ്പൊ അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചേച്ച് ആ വള്ളം ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, രാത്രിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. അപ്പോൾ വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുക്കളയിൽ ചെറുക വെള്ളം കയറി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഈ വെള്ളം അടുക്കളയിൽ കയറി എന്ന് പറഞ്ഞു, മോനെ താണ്ടി ഇവിടെ മൊത്തം വെള്ളമായി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ തിണ്ണയിലും വെള്ളമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിചാരിക്കുന്നത് പോലെ അത്ര ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും വള്ളത്തെ കയറാത്ത എൻ്റെ അമ്മായിയമ്മയെ ഞാൻ പിടിച്ച് വള്ളത്തെ കയറ്റി കഴിഞ്ഞപ്പോൾ ഈ ആലില വിറയ്ക്കുന്നത് പോലെ വിറയ്ക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ മുറ്റത്ത് ഏകദേശം ഇത്രയും വെള്ളമുണ്ടെന്ന് ഓർക്കണം. കണ്ടത്തിലും തോട്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടെ വലിയൊരു തോട് ആലപ്പുഴയ്ക്ക് ഒഴുകുന്നുണ്ട്. ആ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുക. ആ തോട്ടിൽ കൂടെ വേണം ഞാൻ ഈ മമ്മിയെ കൊണ്ട് പോവാൻ.
അപ്പം ഞാൻ പറഞ്ഞു, മമ്മി ആ വള്ളത്തിനകത്ത് കയറ്റി ഇരുത്തി ഇച്ചിരി അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ വനവും വെള്ളവും മരുഭൂമിയും നടുക്ക് പെട്ടുപോയാൽ മനുഷ്യന്റെ അവസ്ഥ ഏകദേശം ഒരുപോലെ. എന്ന് പറഞ്ഞാൽ ദിക്കും അറിയുകയില്ല, മൊത്തത്തിലൊരു അങ്കലാപ്പ. ഈ വള്ളം, ഞങ്ങൾക്ക് ഈ വള്ളമൊക്കെ തുഴയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വള്ളമൊക്കെ തുഴയാൻ പണ്ടുപോലെ ഞാൻ എക്സ്പേർട്ടാണ്. വള്ളമൊക്കെ തുഴഞ്ഞ് കണ്ടത്തിന്റെ നടുക്കെത്തിയപ്പോൾ ഈ വിറയൽ കൂടി. ഞാൻ വിചാരിച്ചു ഈ മമ്മി എന്നെയും കൊണ്ട് വെള്ളത്തിൽ പോകും, ഞങ്ങൾ രണ്ടുപേരും ആ വെള്ളത്തിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ദൈവകൃപയാൽ ഞങ്ങൾ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു, പടിയിലിരുന്ന മമ്മിയെ വീണ്ടും ഞാൻ വള്ളത്തിൻ്റെ അടിയിൽ ഇറക്കിയിരുത്തി രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ച് വിറച്ച് ഞങ്ങൾ ആ ഒഴുക്കുള്ള തോട്ടിൽ കൂടി അങ്ങനെ പോയി. അതൊന്നുമല്ല പറയാൻ വന്നത്. ഈ പറയാൻ വന്നത്, ആദ്യമായിട്ട് വെള്ളം കാണാൻ വന്ന എൻ്റെ മമ്മി പിന്നെ 5 ദിവസം കഴിഞ്ഞാണ് ഒരു വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത്. ഫോണുണ്ടോ? ഒന്നുമില്ല. കറണ്ടുണ്ടോ? ഇതൊന്നുമില്ല. അപ്പോൾ ഇതിന് ഒരു ഭയങ്കര ശക്തിയാണ് ഈ വെള്ളമെന്ന് പറയുന്നത്. നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. അപ്പോൾ കുട്ടനാട്ടുകാർക്ക് ഇപ്പോഴെപ്പം മഴയെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ വെള്ളപ്പൊക്കമാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട് കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ അകത്ത് ഇത്രയും വെള്ളമാണ്. ആ വള്ളം ഞാൻ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ടിട്ടാണ് നിർത്തിയത്. എന്നാൽ ഈ ആത്മാവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുത്തുവാനൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് വെള്ളം കയറി ബുദ്ധിമുട്ടിയപ്പോൾ മലയിൽ താമസിക്കുന്നവർ പറഞ്ഞു, നോക്ക് ഞങ്ങൾ മലമുകളിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് വെള്ളത്തെ പേടിക്കണ്ട, ഞങ്ങളവിടെ മഴ പെയ്ത വെള്ളം അങ്ങ് താഴോട്ട് ഒഴുകിപ്പോകും. ഒരു 4 ഉരുളുപൊട്ടൽ കഴിഞ്ഞപ്പോൾ ചൂരൽ മലയിലും വയനാട്ടിലുമൊക്കെ 4 ഉരുളുപൊട്ടൽ കഴിഞ്ഞപ്പോൾ മലയിലിരിക്കുന്നവർ പറഞ്ഞു, മലയിലും ഇരിക്കാൻ പറ്റത്തില്ല, എവിടെങ്കിലും താഴ്വാരത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭൂമി വാസയോഗ്യമല്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇത്രയും വലിച്ചു നീട്ടി കഥ പറഞ്ഞതിൻ്റെ കാര്യം ഇതൊന്നുമല്ല. ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഭൂമിയിലേക്ക് വെള്ളം ശേഖരിക്കപ്പെടുകയാണ്. ഇവിടങ്ങളിലെല്ലാം ഈ വെള്ളം ശേഖരിച്ചു കഴിയുമ്പോൾ ഇതിനുൾക്കൊള്ളുവാൻ കഴിയാതെ വരുമ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നതാണ് ഈ ഉരുളുപൊട്ടലും ഈ വെള്ളച്ചാലും വെള്ളം ഒഴുക്കും എന്നൊക്കെ പറയുന്നത്, വെള്ളം ഒഴുകിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഉയരത്തിൽ നിന്ന് മഴ പെയ്ത് അത് ഭൂമിയിൽ ശേഖരിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഒഴുകി തുടങ്ങിയാൽ പിന്നെ ഒരു ശക്തിക്കും അതിനെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. എത്ര വലിയ മരമാണെങ്കിലും എത്ര വലിയ പാറയാണെങ്കിലും അതിനെ ഒഴുക്കി കളഞ്ഞുകൊണ്ട് പോകും. അതിരുന്ന സ്ഥലം പോലും അറിയാതെ വണ്ണം അതിനെ ഒഴുക്കി കളയും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളിലേക്ക് ഈ മൺപാത്രത്തിലേക്ക് പകർന്നു കഴിഞ്ഞാൽ അത് പകർന്ന് അതിന്റെ വക്കോളം എത്തി അത് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഭിചാരത്തിനും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ഒരു കുത്തൊഴുക്കുണ്ടായാൽ നിന്നെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ഒരു പാറയ്ക്കും നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്യന്തിക ശക്തി നിന്നിൽ നിറഞ്ഞിട്ട് അത് താഴേക്ക് ഒഴുകാൻ തുടങ്ങിയ അതിന്റെ പ്രത്യേകത, ഈ ലോകത്തിലെ വെള്ളപ്പാച്ചിലുകൾ എല്ലാം നശിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ആത്മാവിന്റെ ഒഴുക്ക് അതെങ്ങനെയാണെന്നറിയാമോ? അതൊഴുകിയാൽ ഇരുപുറത്തുമുള്ളത് ജീവൻ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ
ഈ ഇടുക്കി സെന്ററിലുള്ള എല്ലാ PYP അംഗങ്ങളും, എല്ലാ വിശ്വാസികളും, എല്ലാ ദൈവദാസന്മാരും ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കിലേക്ക് പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവ് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, സ്തോത്രം, പിന്നെ സകലതും ജീവൻ പ്രാപിക്കും. ആത്മാവ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ശക്തിക്കും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ നാളിൽ നാളിൽ ഈ ബന്ധനങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ബന്ധനമായി കിടക്കുന്നത്? എന്തുകൊണ്ടാ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില പോരുകൾ മാറാത്തത്? എന്തുകൊണ്ടാ ചില വിഷയങ്ങൾക്ക് വിടുതലില്ലാതിരിക്കുന്നത്? എന്താ കാരണമെന്നറിയാമോ? നിറയപ്പെടേണ്ടതുപോലെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ ഉള്ളിൽ നിറയാത്തത് കൊണ്ട്, ഒഴുകേണ്ടതുപോലെ അത് താഴേക്ക് ഒഴുകാത്തത് കൊണ്ട്. എപ്പോഴും ബന്ധനം, എപ്പോഴും രോഗം, എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു തടസ്സം. പക്ഷേ എന്നാൽ ഇന്ന് പകൽ ആത്മാവിന്റെ ഒരു വലിയ പകർച്ച നിന്റെ ഉള്ളിലേക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ശക്തി ഉള്ളിലേക്ക് വരട്ടെ. അങ്ങനെ ഉള്ളിലേക്ക് ഒരാത്യന്തികമായ ശക്തി പകർന്നു വന്നാൽ പിന്നെ ഒന്നിനും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുകയും ഞാൻ ചിന്തിക്കാൻ വന്ന കാര്യം ഒന്ന് ചിന്തിക്കുവാനും യുവജനങ്ങളോട് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് പിടിച്ചു കെട്ടുവാൻ പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, അത് രണ്ടും അപ്പോസ്തല പ്രവൃത്തിയിലാണ്. വാക്യം ഞാൻ അധ്യായം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും നിങ്ങളെ തെറ്റു പറയണ്ട എന്നുള്ളത് കൊണ്ടും സംഭവം പറയുമ്പോൾ നിങ്ങളെ ഓർത്താൽ മതി. ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നതായതുകൊണ്ട്, ഈ പഠിപ്പിക്കുകയൊക്കെ ആയതുകൊണ്ട് തെറ്റു പറയരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ അധ്യായം പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് ഒരു കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുകയാ, അല്ലയോ? പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് ഒന്നാം വാതിലും രണ്ടാം വാതിലും ഇരുമ്പ് വാതിലും ഈ സകല വാതിലും തുറന്ന് അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ഇവിടെ വേറെ രണ്ടുപേരും ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അത് പൗലോസും ശീലാസുമാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അവരും കിടക്കുന്നു. ഇവരെന്തുവാ ചെയ്തത്? അവർ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടന്ന് ഈ ആമത്തിലൊക്കെ ഇട്ടെന്ന് പറയുമ്പോൾ അവരെങ്ങനെ ആരാധിച്ചെന്നൊന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല പറയാൻ. പക്ഷെ വേദപുസ്തകം പറയുന്നത് അവർ കാലാമത്തിലിട്ടാലും കൈ ആമത്തിലിട്ടാലും അവരാരാധിച്ചു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അവരുടെ വായിക്ക് ബന്ധമില്ലാഞ്ഞത് കൊണ്ട് അവർ ദൈവത്തെ ആർത്തുല്ലസിച്ച് കാണും. അനക്കാൻ പറ്റുന്ന അത്രയും കയ്യും കാലും ഒക്കെ അനക്കി കാണും എന്നുള്ളതാ. ഈ ബന്ധനത്തിന്റെ കാര്യം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ യുവജനങ്ങൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ കെവിനോട് ചോദിച്ചതാണ്, യുവജനങ്ങൾ യുവാക്കളും യുവതികളും മാത്രമാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ യുവാക്കളും യുവതികളും മാത്രമല്ല എല്ലാവരും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അന്നേരമേ പിന്നെ അതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ യുവജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വലിയവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കളോടും ഭാര്യ ഭർത്താക്കന്മാരോടും പറയുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരത് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമ്മിശ്രമായ ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു അല്പം പാടാണ്. ഒരു ഞാണമ്മ കളിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അങ്ങ് മുമ്പോട്ട് നീങ്ങുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം ഏതെങ്കിലും ഒരു കാര്യം അടുപ്പിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആരാധനയും പ്രാർത്ഥനയും കൂടിക്കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ
അടിസ്ഥാനം ഇളങ്ങി, ജയിലുകളൊക്കെ തുറന്നു, വിളക്കുകളൊക്കെ അണഞ്ഞു. എന്ന് വേണ്ട, അവിടെ ഒരു അസാധാരണമായ സംഭവം നടന്നിട്ട് ഫിലിപ്പിയിലെ ജയിലർ വന്നിട്ട് പൗലോസിനോട് ചോദിക്കുക, യജമാനനെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുക. അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, പത്രോസിനെ ഇട്ട ജയിലിൽ പിന്നെയും ആൾക്കാരെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ പൗലോസിനെയും ശീലാസിനെയും ഇട്ട ജയിലിൽ പിന്നെ ഒരുത്തനെയും ഇടാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? ചാലിന് അഭിഷേകമുള്ളവനെ അതിൻ്റെ അകത്തിട്ടപ്പോൾ അവൻ അതിൻ്റെ അകത്തിരുന്ന് അതിൻ്റെ അസ്ഥിമാരം ഇളക്കിയേച്ചാ പോയത്. അതാണ് അഭിഷേകമുള്ള ശുശ്രൂഷകന്റെയും അതാണ് അഭിഷേകമുള്ള ദൈവമക്കളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. നിന്നെ കൂട്ടിക്കെട്ടാനും നിന്റെ ശുശ്രൂഷയെ കൂട്ടിക്കെട്ടാനും നിന്നെ ഒതുക്കാനും നിന്നെ തകർക്കാനും പല ജയിലറകളും അല്ലെങ്കിൽ പല ശത്രുവിന്റെ പേരുകൾ കുട്ടന്റെ പേരുകൾ അത് എഴുന്നേറ്റ് വരുമ്പോൾ ഇരിക്കണം, മുട്ടലിരിക്കണം, പ്രാർത്ഥിക്കണം. ചിലതിന്റെ അസ്ഥിവാരം തൊട്ടിട്ട് എഴുന്നേൽക്കാം. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷപ്പെടുത്തുന്ന ജീവിതത്തെ മുന്നോട്ട് പോകാതെ നിർത്തുന്ന കുട്ടന്റെ പേരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ കാലവും നിന്റെ ശുശ്രൂഷയെ ബന്ധിക്കുവാൻ അതിന് കഴിയത്തില്ല. എല്ലാ കാലത്തും നിന്റെ കാലിനെ ബന്ധിക്കുവാൻ ആ ശത്രുവിന് കഴിയത്തില്ല. ചില സമയത്തേക്ക് നിന്നെ ഒന്ന് ക്ഷീണിപ്പിച്ചേക്കാം, ചില സമയത്തേക്ക് ഒരല്പം കുത്തുവാക്ക് പറഞ്ഞേക്കാം, ചില സമയത്തേക്ക് നിന്നെ ഒന്നുമില്ലാതെ ഒരിടത്ത് ഇരുത്തിയേക്കാം, അടച്ചു കളഞ്ഞേക്കാം. പക്ഷേ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ അസ്ഥിവാരം തോണ്ടുന്ന ഒരു ശുശ്രൂഷ, ഒരു അഭിഷേകം ഇന്ന് കാലക്കാലം പ്രാപിക്കും. ജയിലിൽ പിന്നെയും ആൾക്കാരെ ഇട്ട് കാണുമായിരിക്കും. പക്ഷെ പൗലോസിനെയും ശീലാസിനെയും ഇട്ടതിന്റെ അസ്ഥിവാരം തോണ്ടിട്ട അവരവിടെ വന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിര്, അഭിഷേകത്തിന്റെ നിറവിൽ പ്രാർത്ഥിര്. സ്തോത്രം. ചിലതിന്റെ അസ്ഥിവാരങ്ങളെ തോണ്ടുന്ന, ചിലതിന്റെ അസ്ഥിവാരങ്ങളെ മറച്ചു കളയുന്ന സ്തോത്രം. നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ ആലയത്തിന്, സ്തോത്രം, നിന്റെ കുടുംബത്തിന് എതിരായി നിൽക്കുന്ന ചില വൻമരങ്ങൾ, ചില തടങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയോ ഒഴുകിപ്പോകട്ടെ. അതാണ് ഈ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. സ്തോത്രം. PVPയിലെ കുഞ്ഞുങ്ങൾ സ്തോത്രം ഇത്തരത്തിലുള്ള ഒരു ആത്മീയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതുപോലെയുള്ള ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർ, നിങ്ങളൊക്കെ എന്നേക്കാൾ എത്രയോ വർഷങ്ങൾ ശുശ്രൂഷയിൽ പരിചയമുള്ളവരും ശുശ്രൂഷിച്ചവരും ഒക്കെയാണ്. പക്ഷെ എന്നാൽ അവിടങ്ങളായി നിരാശകൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. ചിലതൊക്കെ നിങ്ങളെ പിടിച്ചു കെട്ടുവാൻ ശ്രമിച്ചിട്ടുണ്ടായേക്കാം. ചിലതൊക്കെ നിന്റെ കയ്യും കാലും ആമത്തിലിടുവാൻ ശ്രമിച്ചിട്ടുണ്ടായേക്കാം. ചിലതൊക്കെ നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടായേക്കാം. പക്ഷെ എന്നാൽ ഇനിയും പ്രാർത്ഥിച്ച് ബന്ധിക്കുകയല്ല വേണ്ടത്. ഇനി അവന്റെ അസ്ഥിവാരം തോണ്ടിക്കളയണം. എന്നെ മാത്രമല്ല, മണ്ണും ഭൂമി ഉള്ള കാലത്തോളം ഒന്നിനെയും സ്തോത്രം കെട്ടുവാൻ പ്രാപ്തിയില്ലാത്തവണ്ണം അതിനെ ഉടച്ചു കളയുന്ന ഒരു ആത്മശക്തി സ്തോത്രം പ്രാപിച്ചെടുക്കണം. അങ്ങനെ പ്രാപിച്ചെടുത്താൽ പിന്നെ സ്തോത്രം നിന്നെ പിടിച്ചാക്കേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പോലുള്ള ബലഹീന ശരീരങ്ങളിലാണ് ആയിരിക്കുന്നെങ്കിൽ അത് നമ്മളെ
ഉൾക്കൊള്ളുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വഹിക്കുകയാണ്. അല്ലാതെ പാത്രം ഇപ്പോൾ ഈ ഗ്ലാസ് ഇവിടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഗ്ലാസും വെള്ളം ഇവിടെ ഇരിക്കുമ്പോൾ ഈ വെള്ളത്തെ വഹിക്കുന്നത് ഈ ഗ്ലാസ്സാണ്. അല്ലാതെ ആ ഗ്ലാസ്സിനെ വെള്ളവും വഹിച്ചുകൊണ്ട് ഇരിക്കുകയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കുറിവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ തരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ ആത്യന്തിക ശക്തി വേണമെന്നൊക്കെ ഉള്ളത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത് എവിടാ പകർന്നിരിക്കുന്നത്? നമ്മുടെ മൺകൂടാരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മൺപാത്രങ്ങളിൽ അത് പകർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഗ്ലാസിലോട്ട് നോക്കിയ ഇനിയും ഇതിൻ്റെ അകത്ത് എന്തുമാത്രം വെള്ളം കൂടെ നമുക്ക് നിറയ്ക്കാൻ പറ്റും? ഉള്ളതിന്റെ ബാക്കിയല്ലേ നിറയ്ക്കാൻ പറ്റും. ഇനിയും ഈ വെള്ളവുമായി ചേരാത്ത മണ്ണെണ്ണയോ അല്ലെ അതുപോലുള്ള എണ്ണയോ എന്തെങ്കിലും വസ്തു ഒഴിച്ചാൽ ഈ വെള്ളം കിടക്കുന്നതിന്റെ ബാക്കിയല്ലേ അത് നിറയത്തുള്ളൂ. അല്ല, മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ പിന്നെ മണ്ണെണ്ണ ചെല്ലുന്നതുകൊണ്ട് വെള്ളം കുറയുമോ? ഞാൻ എന്നങ്ങ് പോയേക്കാം മണ്ണെണ്ണ, നീ എൻ്റെ അത് കിടന്നു എന്ന് പറഞ്ഞ് ഒഴുകി പോകുമോ? ഇല്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം പുതിയ ആത്മാവിനെ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുള്ളത് കളഞ്ഞേച്ചാൽ മുഴുവനായിട്ട് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഉള്ളതിൻ്റെ അകത്തോട്ട് പകരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവജനം, ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പുതിയ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളഞ്ഞേച്ചേ പുതിയതിനെ പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രവാസത്തിൽ ശുശ്രൂഷിച്ച മനുഷ്യനാണ്, അല്ലെങ്കിൽ പ്രവാസത്തിലിരുന്ന ഒരു പ്രവാചകൻ. ഇവരോട് പുതിയ ആത്മാവിനെ തരും അല്ലെങ്കിൽ പുതിയ ഹൃദയം തരും എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓർമ്മയിൽ വരുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് 36-ന്റെ ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയെ കർത്താപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീർത്തകവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് വിഴുങ്ങുന്നത് കൊണ്ട് നിങ്ങൾ വായാടിയുടെ അക്ഷരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രായേൽ വായിക്കുന്നവർ തെറുതി വെച്ച് വായിക്കണമെന്നൊന്നുമില്ല. ഇതിപ്പം
ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഓടിപ്പോവുകയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് പതുക്കെ നിർത്തി വായിച്ചാൽ മതി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവര് ശത്രുക്കളുടെ മുമ്പിൽ എന്തായി തീർന്നു? ഒരു അപമാന വിഷയമായി തീർന്നു. 2, ഇവര് എന്താണ്? ഇവർ വായാളികളുടെ അതരങ്ങളിൽ അകപ്പെട്ടു. അതിനു മുമ്പ് കപ്പിക്കളയുന്നത് കൊണ്ട് അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബോറിയ, വിഴുങ്ങിക്കളയുക എന്നൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ മൂലപദമൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഹീബ്രു ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ, ഒരു വേട്ടമൃഗം തൻ്റെ ഇരയെ മണത്ത് സ്നിഫ് ചെയ്യുക എന്ന് പറയും. മണത്ത് അറിയുന്നത് പോലെ മണത്തറിഞ്ഞ് നിന്നെ കടിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് വരുന്ന ശത്രുവിനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പൊ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടല്ലേ പറയുന്നത്, ഇരുട്ടത്ത് എയ്യേണ്ടതിന് അമ്പുകുലച്ച് ഇരിക്കുന്നു, ഇരുട്ടത്ത് എയ്യണം. അപ്പോൾ ഈ ദൂരെ ഇരുന്നാൽ നമ്മൾക്കിത് കാണാൻ ഒരല്പം പാടാണ്. ഈ ശത്രു അല്ലെങ്കിൽ പിശാച് ഈ ഒരു വേട്ടമൃഗത്തെ പോലെയാണ്. നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കും, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അങ്ങ് മുമ്പോട്ട് പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ദൂരെ എവിടെയോ ഒരു ശത്രു നിനക്ക് വേണ്ടി പതിയിരിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഇങ്ങനെ മണം പിടിച്ചുകൊണ്ടിരിക്കുക. ഈ മണം പിടിച്ചു വരുന്ന ശത്രുവിനെ നിനക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും നിന്റെ ആത്മാവിനത് കാണാൻ പറ്റും. അതുകൊണ്ട് അടുത്തു വരുന്നതിനെ കാണാനും അടുത്തു വരുന്നതിനോട് യുദ്ധം ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ആയുധബലമുണ്ട്, അവർക്ക് അംഗബലമുണ്ട്, അവർക്ക് അഭ്യാസ മുറകൾ അറിയാം. പക്ഷേ ദൂരത്ത് പതിയിരുന്ന് മണം പിടിക്കുന്ന ശത്രുവിന്റെ സ്തോത്രം, ആ ശബ്ദവും മണപ്പിടുത്തവും മനസ്സിലാക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് അറിയാത്തത് കൊണ്ട് ദൈവം പറയുക, നീ ഇനിയും അഭിഷേകം പ്രാപിച്ചേ പറ്റത്തുള്ളൂ, നീ പുതിയൊരു ആത്മാവിനെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. മോശയോട് കൊണ്ടുവന്നിരുന്നത് പോലെയല്ല യോശുവയെ, നിനക്ക് പുതിയൊരു ശുശ്രൂഷയാ. മോശ വടിയും കൊണ്ട് കീഴടക്കിയെങ്കിൽ യോശുവ വാളും കൊണ്ട് കീഴടക്കുന്നവനാ. ഒരു പുതിയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ഒരു പുതിയ ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു പുതിയത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആത്മാവിനെ പോരാ, നിങ്ങൾ ഒരാത്മാവിന്റെ 100 ഇരട്ടി കൂടെ പ്രാപിച്ചേ മതിയാണ്. പിന്നീട് ഈ ആത്മാവിനെ പ്രാപിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷണി പറയുന്നു. ഈ കാലഘട്ടങ്ങളിൽ അന്നൊക്കെ ഏഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കുടുംബക്കാരിടയ്ക്കോ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അടുത്ത് ഈ ഏഷണി എത്തിച്ചേരാറ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോട്ടയം സെന്ററിൽ നടക്കുന്ന കാര്യം ഞാൻ നിമിഷ നേരം കൊണ്ട് പുനലൂരിരുന്ന് അറിയും. ഈ മുണ്ടക്കയം IPC നടക്കുന്ന വിവരം ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു ചോദിക്കും, സാറേ മുണ്ടക്കയം IPC ഇങ്ങനെ ഒരു കാര്യം നടന്നു, സാർ അറിഞ്ഞു? സാർ ഇത് ഒരാഴ്ച കഴിഞ്ഞാലും അറിയില്ല, പക്ഷെ അമേരിക്കയിൽ നിന്ന് ഇത് അറിയും എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യനെ ഇപ്പോൾ വല്ലാതങ്ങ് വ്യാപരിക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ, ഒരു ശുശ്രൂഷകനെ നശിപ്പിക്കാൻ, ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ശത്രു കച്ചകെട്ടി ഇറങ്ങിക്കഴിയുമ്പോൾ, ഈ ഏഷണിയുമായി വരുമ്പോൾ നിനക്ക് ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അഭിഷേകം പ്രാപിച്ചേ. സ്തോത്രം. ഏഷണി പറഞ്ഞ് തകർക്കുന്നവരുടെ അടുക്കൽ നമുക്ക് വാളും കുന്തവുമായി ചെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവദാസനെ, നമ്മൾ പറഞ്ഞാൽ എത്ര പേരോട് പറയും? നമ്മളോട് എത്ര പേര് വന്ന് ചോദിക്കും? ഇത്രയ്ക്കെത്ര ആൾക്കാരെ വന്ന് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നാൽ അകത്ത് അഭിഷേകമുള്ളവൻ അവൻ എന്തെടുക്കുമെന്നറിയാമോ? അവൻ പായലിരുന്ന് പ്രാർത്ഥിക്കും. അവന്റെ അഭിഷേകം താഴോട്ടെടുക്കുമ്പോൾ, അവന്റെ അഭിഷേകം നിറഞ്ഞു കവിയുമ്പോൾ നിന്നെ വിഴുങ്ങുവാനായി നോക്കി നിൽക്കുന്ന സകല ശത്രുക്കളും
പിന്നീട് ഈ വേദപുസ്തകം ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ അങ്ങ് പോവുകയാണ്. നിങ്ങൾ പിന്നീട് ഇത് വായിക്കുകയും അതിൻ്റെ 4-ാം വാക്യം എസെക്കിയേൽ 2:4 ഇതൊക്കെ വായിച്ചാൽ ധൃതി വെച്ചൊന്നും വായിക്കണം. മക്കളോ ദാർഷ്ട്യവും ദുശാഠ്യമുള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയെ കർത്താവിപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. അമ്മ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അവൻ എന്നോട് അരുളിച്ചെയ്തു. അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെയും എന്നോട് അതിക്രമം ചെയ്തു. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഈ 36 നമ്മൾ പെന്തിക്കോസ്തുകാർക്ക് എസെക്കിയേൽ 37 അതുപോലെ തന്നെ പിന്നെ 40 മുതൽ അങ്ങോട്ടുള്ള അധ്യായങ്ങളൊക്കെ മതി. എന്തുവാ? മുട്ടോളമല്ല, കരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ജീവനദിയുടെ ഒഴുക്ക് നമുക്ക് മതി. ഇത് പെന്തിക്കോസ്തുകാരുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള 5-6 അധ്യായവും 5-6 വാക്യവും ഉണ്ട്. അത് മാത്രം വെച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അത് മാത്രം വെച്ച് ശുശ്രൂഷിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് വിട്ടുകളയും എന്നുള്ളത്. ഞാൻ ഇവിടെ മുതൽ അങ്ങോട്ട് പോയെങ്കിൽ പാഠം ചെല്ലുക കത്തത്തുള്ളൂ. അപ്പോൾ ആ കത്തലിന് വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു യുവജനങ്ങൾ എല്ലാവരും നല്ലതാണ്, പക്ഷേ ശ്രമിച്ചാൽ ഒന്നും കൂടെ നല്ലതാവാം. ഇപ്പോഴത്തെ ഈ നന്നാവല് അത്ര പോരാ, ഇച്ചിരി കൂടെ വേണം. അപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പനും അമ്മയും പിള്ളേരും മക്കളും എല്ലാം ഒരുപോലെ എന്തുവാ? ദുശാഠ്യം ഉള്ളവർ എല്ലാവരും എന്തുവാ? മത്സരിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കർത്താവേ, ഹാഗാറിന് നീ കൊടുത്തതുപോലെ മരുഭൂമിയിൽ ഒരു നീരുറവ വെളിപ്പെട്ടു വരട്ടെ അറിയുമ്പോ വേദപുസ്തകം പറയുന്നത് എന്താ പറയുമോ? മത്സരികൾ ഇവിടെ നമ്മൾ നമുക്ക് എന്താ നന്മ വേണം. രാവിലെ മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി ആവേശമൊക്കെ ഉണ്ട്, നമ്മുടെ തുള്ളും ഫയറൊക്കെ വരും. ഇനി അങ്ങോട്ട് അത്രയും ഫയർ വരികയില്ല. അപ്പൊ ഇനിയും ഫയർ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒന്നൊരുക്കം പ്രാപിച്ച് വരുമ്പോ ഇച്ചിരി കൂടെ ഫയർ വരും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നന്മ വേണം, നീരുറവ് വേണം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ യെശയ്യാവിനെ കൂടെ എടുത്തു വെച്ചങ്ങ് പ്രാർത്ഥിക്കും. വരണ്ട നിലവും നിർജ്ജന പ്രദേശവും പൊട്ടി. പക്ഷേ സ്വഭാവം എന്തുവാ? മത്സരികളുടെ. അപ്പോൾ ഈ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോ കൗൺസിലിംഗ് കൊണ്ടൊന്നും നടക്കുകയല്ലേ. അങ്ങനെ കൗൺസിലിംഗ് കൊണ്ട് നടക്കുന്ന കേസാണെങ്കിൽ നമ്മളിപ്പോ എത്രയോ പാസ്റ്റർമാരെ പിള്ളേരെ നന്നാക്കിയത്, എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ അടുക്ക വരുന്നത്. നിങ്ങളുടെ ആലിയ സ്തോത്രം IPCയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലറാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ. ആരാന്നറിയാമോ? ഡോക്ടർ ജെയിംസ് ജോർജ് വേൺമണി. അദ്ദേഹം IPCക്കാരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ബെഥേൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൾ. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ അസംബ്ലീസ് ബോർഡ് കാര്യമാണ്. അമ്മയുടെ അമ്മാച്ചൻ ഷാജി യോഹൻ, അവരൊക്കെ അമ്മയുടെ കുടുംബത്തിലെല്ലാം അസംബ്ലീസ്. അതുകൊണ്ട് IPCക്കാർക്ക് ഒരല്പം സന്തോഷിക്കാൻ വകയുണ്ട്. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് ജോർജ് വേൺമണി. അപ്പോൾ കൗൺസിൽ ചെയ്ത് നന്നാക്കാനാണെങ്കിൽ ഇത് നേരത്തെ നന്നാക്കാറുണ്ട്. ചില കേസ് കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒടേതമ്പുരാൻ വിചാരിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യൻ വിചാരിച്ചത് നന്നായി. ഒരമ്മാമ്മ പറഞ്ഞത്, എന്റെ പൊന്നവാസയെ ഇതിയാന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ സാഹിച്ചു.
അതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥനയിൽ നിർത്തിയത്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലകളിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അഭിഷേകം ഉള്ളിലേക്ക് വന്നാൽ ഉള്ളിലുള്ളത് പുറത്തു പോകുകയും പുറത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് അകത്തേക്ക് വരികയും ചെയ്താൽ നീ ഹല്ലേലൂയ സ്തോത്രം ശാന്തനായി മാറും. നിന്റെ ദുശാഠ്യം മാറും. നിന്റെ മത്സരം മാറും. എന്തായാലും IPC-ലൊന്നും അങ്ങനെ മത്സരികൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ അങ്ങനെ അധികം മത്സരികളൊന്നും വരുന്നില്ല. കാര്യം എനിക്ക് IPC-കാരെയൊക്കെ നന്നായി അറിയാം. ഞാൻ തിരുവല്ലക്കാരനായതുകൊണ്ടും എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരൊക്കെ മിക്കവാറും ആൾക്കാർ IPC-യിലെ സഹോദരങ്ങളൊക്കെ ആയതുകൊണ്ട് IPC-യിലെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ്. PVP-ക്കാരുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. PVP-യുടെ പല കാലങ്ങളിൽ ഇരുന്ന പ്രസിഡന്റുമാരൊക്കെ ഒന്നുകിൽ എൻ്റെ ജൂനിയറായിട്ടോ സീനിയറായിട്ടോ ഒക്കെ പഠിച്ച ആൾക്കാരാണ്. പിന്നെ വിൽസൺ ശ്യാമുവൽ നേരത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷിബിൻ ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ സിനോജ് ഞാൻ അടുത്ത സുഹൃത്തുക്കളാണ്. അവിടെ നടക്കുന്ന കൗൺസിലിംഗ് സെന്ററിന്റെ പിന്നെ ഞാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്ന വ്യക്തിയാണ്. IPC-യുടെ താലന്ത് പരിശോധന കൊണ്ട് മാത്രം ജീവിച്ച ഒരാളാണ്. ഇപ്പൊ ചിലരെങ്കിലും താലന്ത് പരിശോധന എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി ചീച്ചിയൊക്കെയാണ്. പക്ഷെ എന്നെ ദൈവം നടത്തിയ വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലൊക്കെയാണ് നടത്തിയത്. ആ കാര്യങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇച്ചിരി സാക്ഷ്യം കൂടെ പറയും. ഇന്നിപ്പം സാക്ഷി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പോൾ ഒരു സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ഞാൻ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ വെറും പൊട്ട. പിന്നെ അതുപോലെ തന്നെ ഈ അമ്മയും അപ്പനും കൂടെ പൊട്ടിയിരുന്നു. ഇവനെ പോലൊരു പൊട്ടൻ, ഇവളെ പോലൊരു കഴുത ഈ ലോകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഈ നല്ല ചെറുക്കനെ പെണ്ണിനെ ഞാൻ പൊട്ടാം. അതിന്റെ കൂട്ടത്തിൽ ചിലർ പറയുന്നുണ്ട് കടിഞ്ഞൂൽ പൊട്ടും കളശിപ്പൊട്ടും. ഞങ്ങളത് അത് എന്തുവാ ആദ്യത്തേത് അതൊരു കടിഞ്ഞൂൽ പോയോ അല്പം പൊട്ട. അപ്പം അവസാനത്തേതോ അത് കടശി, അത് അവസാനത്തെ അത് അല്പം പൊട്ട. എടേ ഇതിപ്പോ എല്ലാം പൊട്ടായത് എവിടുന്നായി വന്നത്? അപ്പം ഈ എസെക്കിയേലിന്റെ അകത്ത് തന്നെ ഉണ്ട്. 16-ാം അധ്യായം വായിക്കുമ്പോഴേ നിങ്ങളോട് വായിക്കണം, യഥാ മാധ തഥാ പുത്രി. അപ്പൊ പിള്ളേർ ബഹളം ഉണ്ടാക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓർത്തോണം, അതിന്റെ ഉറവ വേറെ എങ്ങൊന്നുമല്ല. എന്നോട് രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ മൂത്ത മോനൊക്കെ ഉണ്ടായപ്പോൾ പേരിടാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഞാനിടുന്ന ഒരു പേരും ഞാനും എൻ്റെ ഭാര്യ ഇടുന്ന ഒരു പേരും എൻ്റെ അപ്പനും ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെടുകയില്ല, എൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സഹികെട്ട് അവസാനം ഈ പറയുന്ന പോലെ ഒരു തീരുമാനമെടുത്ത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളൊരു പേരിടുക. അങ്ങനെയാണ് ഹാനോക്ക് എന്ന് പേര്. ഞങ്ങളുടെ മൂത്ത പോലെ പേര് ഹാനോക്ക്. അപ്പം ഹാനോക്ക് പിന്നെ എൻ്റെ പപ്പായൊക്കെ ചോദിച്ചു ഇവനെ എങ്ങനെയാണോ വല്ലോ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച കാര്യം. എൻ്റെ അപ്പനിച്ചിട്ട് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം നിങ്ങളൊന്നും പറയുന്നത് പോലെ ഇവരുടെ IPC ജനിച്ചു വളർന്നു എന്നൊക്കെ ചിലർ പറയുന്നത്. എൻ്റെ പപ്പ പിന്നെ പാസ്റ്ററായിട്ട് ഞാൻ പാഴ്സനേജിൽ വളർന്നതാ, അങ്ങനെയൊന്നും പറയാനില്ല. ആ കാര്യമൊക്കെ ഉച്ച കഴിയുമ്പോൾ ഇവിടെ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ കാണണേ. സാധാരണ IPC അസംബ്ലിയുടെ പോലെ ഒരു പ്രവണത എന്ന് പറയുന്നത് ചോറ് കഴിക്കുന്നിടം വരെ എല്ലാവരും കാണാം. ചോറ് കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു ശതമാനം വീട്ടിൽ പോകും. പിന്നെ അത് നടത്തുന്ന സംഘാടകരും ശുശ്രൂഷിക്കുന്നവരും മാത്രമല്ല. ഇവിടെ അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് ഞാനത് പ്രതീക്ഷിക്കുക. നമ്മളെ കുറെ നാളായി പരിപാടി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ആശയം ഈ ആത്മീയനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഭിഷേകമുണ്ടായെങ്കിൽ എനിക്കറിയാം ഒരല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകത്തില്ല. കാര്യം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാളും ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുന്നത്. കാര്യം ഞാൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാൻ ആരോടൊക്കെ മത്സരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ. ഇതിന് മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യമുള്ളവരാണ്.
ഈ ധാർഷ്ട്യവും രണ്ട് കട്ടിയായ ദുശാഠ്യവും ധാർഷ്ട്യവും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദങ്ങളാണ്. കുഞ്ഞുങ്ങൾ കേൾക്കണം കേട്ടോ, ബാക്കി ഉച്ച കഴിഞ്ഞൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ് നെക്കഡ്, പിടിവാശിക്കാർ. മക്കളുമാരെങ്ങനെ പിടിവാശി, എനിക്ക് ബൈക്ക് കിട്ടിയേ പറ്റൂ. അമ്മ നാട്ടിലുള്ള സകല മനുഷ്യർക്കും ബൈക്കുണ്ട്, ഈ അപ്പനൊരു ബൈക്ക് വാങ്ങിച്ചത് എന്താ കുഴപ്പം? നാട്ടിലുള്ള സകല പിള്ളേർക്കും മൊബൈലുണ്ട്, എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചത് എന്താ കുഴപ്പം? ദുശാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിവാശിക്കാർ. അതിന്റെ അടുത്ത പദം സ്റ്റൗട്ട് എന്നൊക്കെ ഒരു പദമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീർത്തുപോയത്. ചീർത്തുപോയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കഴിച്ചു വണ്ണം വെക്കാനുള്ള ഒരു കാര്യമല്ല, അഹങ്കാരവും അതുപോലെ തന്നെ അനുസരണക്കേടും കൊണ്ട് ചീർത്തു വീർത്തു കൊഴുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തലമുറ ഈ ലോകത്തിൽ നന്നാവണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ആത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ അഭിഷേകം നിങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ദുശാഠ്യം കളഞ്ഞ് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമ്പോഴും ഒരു കൊച്ചിനോട് മൊബൈലിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് അതിനെ പറഞ്ഞ് വീട്ടിലൊക്കെ വിട്ടു. പിന്നീട് കണ്ടപ്പം ഞാൻ ചോദിച്ചു, മക്കളെ, അപ്പൊ ഇതിനെ കൊണ്ടുവന്നത് അപ്പനും അമ്മയും കൂടെ ഒക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ എങ്ങനെയുള്ള ഈ മൊബൈലിന്റെ ഉപയോഗമൊക്കെ? എന്റെ പൊന്നങ്ങളെ ഇപ്പൊ മൊബൈലൊന്നും ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റി, നീ നന്നായോ? അതുകൊണ്ടൊന്നുമല്ല, അപ്പന്റെ അമ്മയുടെ തോണ്ടൽ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനിയിപ്പോ എനിക്ക് കിട്ടാൻ. ഇപ്പൊ ആരും ഒട്ടും മോശക്കാരൊന്നുമല്ല. പ്രായമുള്ളവർ ഏതാണ്ടങ്ങ് വലിയ ഞങ്ങൾ നല്ല പുള്ളികളാ, ഞങ്ങൾക്ക് ഇത്ര പ്രൈസും പ്രായവും ഒക്കെ ആയി, എന്റെ പൊന്നു പാസ്റ്ററെ ഇത് ഞങ്ങളോട് വേണോ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആയി, ഇപ്പൊ പാസ്റ്റർ പിള്ളാരോട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് ഇവിടൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയും, പിന്നെ അമ്മ തടി വഴിയെങ്കിൽ മക്കള് എരച്ചു കഴിയും. അത് എസക്കിയേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യഥാ മാതാ തഥാ പുത്രൻ. അപ്പൊ അപ്പന്മാരൊട്ടും സന്തോഷിക്കണ്ട, യഥാ പിതാ തഥാ പുത്രൻ. അപ്പൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ മക്കളും. മക്കളുടെ റോൾ മോഡൽ ആരാ? അപ്പന്മാരാ. പെൺപിള്ളേർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ആരോടാ? അപ്പനോടാ. ആദ്യമൊക്കെ ഈ പറയുന്നത് പോലെ അപ്പനോടാണ് ആൺപിള്ളേർക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞാല് ഇച്ചിരിയൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവര് അപ്പനെ ഇല്ലേ ഈ പുറംകാലം കൊണ്ടൊരു തട്ട് തട്ടി വെച്ച് പിന്നെ അമ്മയുടെ കൂടെ. അത് അവരുടെ കുഴപ്പമല്ല. They are built in such a way. അതിനെ എഡീപ്പിയസ് കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ് എന്നൊക്കെ പറയും. ഈ ദുശാഠ്യമുള്ളവരുടെ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് അനുസരണക്കേട്. പറഞ്ഞാല് അനുസരിക്കുകയില്ല. ഇവിടെ എന്തായാലും ദൈവമേ അങ്ങനെയുള്ള പിള്ളേരൊന്നും ഇല്ല. ചിലയിടത്തൊക്കെ യൂത്ത് ക്യാമ്പിനും ഈ BYP-യുടെയും CA-യുടെയും ഒക്കെ മീറ്റിങ്ങിന് പോയാൽ ഈ പെൺപിള്ളേർക്ക് പിന്നെ അത്രയും കുഴപ്പമില്ല. ഈ ആൺപിള്ളേരൊക്കെ അവിടോട്ട് നോക്കിയാണ് ഈ മുമ്പിൽ ഇരിക്കുന്നവന്മാർ കാരണം പുറകെ ഇരിക്കുന്ന പിള്ളേരെ കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിച്ചട്ടി തലയിൽ വെച്ചോണ്ടിരിക്കുന്ന പോലെ ഓരോ. അത് തന്നെ ഇങ്ങനെ അതിനേക്കാളൊക്കെ വലിയ രസം എന്ന് പറയുന്നത് ഈ ക്യാമ്പുകൾക്ക് സഭയിലും ഒക്കെ ഇങ്ങോട്ട് വന്നേച്ച് ഈ മുടി അങ്ങോട്ട് വെച്ചോണ്ടാണ് ഈ ഗിറ്റാർ വെച്ച് മൂപ്പിക്കുന്നു. ഡ്രംസ് അടിക്കുമ്പോഴത്തേക്ക് ഇവന്റെ തല കുലുങ്ങിയിട്ട് ആ തലയ്ക്കകത്തുന്ന പേൻ ആ ഡ്രംസെ വീണിട്ട് അതിന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കിലിയില്ല കിലിയില്ലാന്ന് കേൾക്കാം. ഇതിനൊന്നും മക്കളെ ഞാൻ എതിരാണ് എന്ന് പറഞ്ഞാൽ
മാന്യമായി ഈ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ എന്താണ്, എൻ്റെ മുടി ഇനി എങ്ങനെ വെട്ടിയാലും ഇങ്ങനെ ഇരിക്കും. അത് എനിക്ക് ഈ മുടിയെ തേച്ച മുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ നന്നായിരുന്നു. എൻ്റെ അപ്പൻ്റെ മുടി അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ പറന്നിങ്ങനെ മുമ്പോട്ട് കിടക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഈ സ്വഭാവവും വെച്ചോളൂ, ഈ തീമുമായിട്ട് ഒത്തുപോകും. അതിനെ അപ്പനാണേലും കൊള്ളാം, അമ്മയാണേലും കൊള്ളാം, മക്കളാണ്. ഇത് ദൈവസഭയ്ക്ക് ചേർന്നത്. അതിനി നിങ്ങൾ ഇനി എന്നെ വീട്ടിൽ ചെയ്യും, അങ്ങേര് വന്നിട്ട് കുറെ കുറ്റം വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പം. മക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ തേജസ്സേറിയ വിളിയാണ് വിളിച്ചിരിക്കുന്നത്. അവൻ നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത് നമ്മളെ സ്വാഭാവിക സൗന്ദര്യത്തോടുകൂടി നിർത്താൻ. ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു തലമുറയെ തരണമെന്ന് പറഞ്ഞാൽ അങ്ങനല്ലയോ? അങ്ങനെയുള്ളതിനെയാണ് ദൈവം തന്നേക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നീ ഒന്നും വെച്ച് കെട്ടേണ്ട കാര്യമില്ലെന്ന്. ദൈവം നിന്നെ എങ്ങനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടിയിൽ നീ സൗന്ദര്യമുള്ളവനാ, നീ സൗന്ദര്യമുള്ളവനാ. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യമാ, നിന്റെ മുഖത്തെ സൗന്ദര്യമോ നിന്റെ മുടിയുടെ സൗന്ദര്യമോ നിന്റെ വില കൂടിയ വസ്ത്രമോ അല്ല നിന്റെ ആത്മാവിനെ നിർണയിക്കുന്നത്, നിന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാ. ആത്മനിറം ഉണ്ടായാൽ പിന്നെ നിന്റെ മുഖം ശോഭിക്കും. ആത്മനിറം ഉണ്ടായാൽ പിന്നെ ഒരു ശക്തിക്കും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. ആത്മനിറം ഉണ്ടായാൽ പിന്നെ ഹല്ലേലൂയ സ്തോത്രം, മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നതുപോലെ അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഹല്ലേലൂയ സ്തോത്രം ഇരുനിറക്കാരനോ എന്നൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം, അവൻ വെണ്മയും ചുവപ്പും ഉള്ളവനാ. ഹല്ലേലൂയ സ്തോത്രം, അവൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ, വെള്ളൊഴുക സദൃശമായ കാലുള്ളവനാ. ഹല്ലേലൂയ സ്തോത്രം, അവൻ വെള്ള നിലയിൽ ധരിച്ചവനാ. അവന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട നീ ഹല്ലേലൂയ സ്തോത്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോകം നിന്നെ കാണുന്നത് ഹല്ലേലൂയ തേജോമയനായ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ്. ആ അഭിഷേകത്തിന്റെ നിറവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ മത്സരം മാറ്റി. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി